ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഡ്രാഗൺ നടുന്ന വിധത്തെക്കുറിച്ച് ആണ്. നമ്മൾ ആദ്യം ഒരു കോൺക്രീറ്റിൻ്റെ പൈപ്പ്, വേസ്റ്റ് വെള്ളത്തിനൊക്കെ ഉപയോഗിക്കുന്ന പൈപ്പാണ്. ഇത് ആദ്യം എടുക്കണം. ഇതിന് ഹോളുണ്ട്, നോക്കിയാൽ കാണാം നിങ്ങൾക്ക്. ഇവിടെ ഹോളുണ്ട്, ഇവിടെ ഹോളുണ്ട്, ഇതിന് ചുറ്റും ഹോളുണ്ട്. വേസ്റ്റ് വെള്ളത്തിന് ഉപയോഗിക്കുന്ന പൈപ്പാണിത്. ഇങ്ങനെ ഒരു പൈപ്പ് എടുക്കുക ഫസ്റ്റിൽ. അതിനുശേഷം നമ്മൾ ഒരു ആസ്പെറ്റോസിൻ്റെ പൈപ്പാണ് എടുക്കുന്നത്. ഈ ആസ്പെറ്റോസ് പൈപ്പ് 10 അടി നീളമുള്ള വലിയ പൈപ്പാണ്. ഇത് കടകളിലൊക്കെ മേടിക്കാൻ കിട്ടുന്ന പൈപ്പാണ്. ഈ പൈപ്പ് ഞാൻ ഹൈറ്റുള്ള കാരണം ഞാനൊരു 6 അടിക്ക് മുറിച്ചേക്കുവാണ് പൈപ്പ്. ഈ 6 അടിക്ക് മുറിച്ചേക്കണ പൈപ്പ് അതിനുശേഷം നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് കോൺക്രീറ്റിൻ്റെ പൈപ്പ് മണ്ണിൻ്റെ മേളിൽ ചുമ വെക്കണം. വെച്ചതിന് ശേഷം അതിൻ്റെ സെൻറ്ററായിട്ട് ഈ ആസ്പെറ്റോസിൻ്റെ പൈപ്പ് 1 അടി താഴ്ചയിൽ കുഴിച്ചിടണം. കുഴിച്ചിട്ട് കഴിഞ്ഞതിന് ശേഷം ഈ പൈപ്പിൻ്റെ ഉള്ളിൽ ഹോളുള്ള പൈപ്പാണ്. ഈ ആസ്പെറ്റോസ് പൈപ്പിൻ്റെ ഉൾവശം ഹോളാണ്. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ 1/2 ഇഞ്ചിൻ്റെ ഹോളിട്ട് കൊടുക്കണം. ഈ പൈപ്പിൻ്റെ ഉള്ളിൽ സൈഡിൽ കൂടെ ഒരു ഹോൾ ഇവിടെയാണെങ്കിൽ ഒരു 6 ഇഞ്ച് മാറ്റി അടുത്ത ഹോൾ ഇവിടെ, പിന്നത്തെ ഹോള് ഓപ്പോസിറ്റ് മാറി ഹോളിട്ടണം. നേരെ ഹോളിട്ട് കഴിഞ്ഞാൽ ആസ്പെറ്റോസ് പൈപ്പ് തട്ടിയാലോ കാറ്റടിക്കുകയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഒടിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മളിത് പൈപ്പ് ഹോളുകൾ മാറ്റി ഇടുന്നത്. ഈ സെൻറ്ററിലെ പൈപ്പ്, ഈ കോൺക്രീറ്റ് പൈപ്പിൻ്റെ സെൻറ്ററിൽ കുഴിച്ചിട്ടതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ ചകിരിച്ചോറ്, ചാണകം, എല്ലുപൊടി ഇത്ര മിശ്രിതം ചേർത്ത് ഇത് മണ്ണ് നിറയ്ക്കണം. മണ്ണ് ഫുള്ളായിട്ട് നിറയ്ക്കരുത്, പകുതിക്ക്. ഇതിൻ്റെ ഈ കോൺക്രീറ്റ് പൈപ്പിൻ്റെ പകുതിയാണ് മണ്ണ് നിറയ്ക്കാൻ പോകും. ബാലൻസ് വളം ഈ ആസ്പെറ്റോസ് പൈപ്പിൻ്റെ ഉള്ളിലാണ് നിറയ്ക്കേണ്ടത്. ഇതിൻ്റെ ഉള്ളിൽ ഹോളായതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വളം ഇട്ട് കൊടുക്കാം. വളം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഡ്രാഗൺ നടാം. ഇത് ഒരു 3 മാസം പ്രായമുള്ള ഡ്രാഗൻ്റെ തൈയാണ്. ഈ തൈ നട്ടിട്ട് ഇപ്പോൾ 3 മാസമായി. ഇതിൻ്റെ ഉള്ളിൽ നമുക്കിവിടെ ജലാംശം കുറവ് മതി. ഈ ഡ്രാഗൺ ഒരുപാട് ജലം കൂടിക്കഴിഞ്ഞാൽ ഇത് ചീഞ്ഞു പോകും. അതുകൊണ്ടാണ് ഈ ഹോളുള്ള കോൺക്രീറ്റ് പൈപ്പ് എടുത്തിരിക്കുന്നത്. ഇത് നട്ട് കഴിഞ്ഞതിന് ശേഷം ഈ ഡ്രാഗന് ഇതിൻ്റെ തണ്ടേക്കൂടെ വേര് വരും. ആ വേര് ഈ ആസ്പെറ്റോസിന് ഗ്രിപ്പുള്ള കാരണം അതിനകത്തൂടെ പിടിച്ച് ഈ ഹോളിൽ കൂടെ, ഇതിൻ്റെ ഹോളാണ്, ഈ ഹോളിൽ കൂടെ ഈ ഡ്രാഗൻ്റെ വേരിറങ്ങി വളം ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കുന്ന കാരണം വളം വലിച്ചെടുത്ത് ഡ്രാഗൺ നല്ല വളർച്ചയിൽ, ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു തണ്ടിൻ്റെ ഒരു വളർച്ച കഴിഞ്ഞിട്ട് ഈ വേര് ഇതിനകത്ത് കയറി ഇത് പിടിച്ച കാരണം ഇതിൻ്റെ വളർച്ച ഇവിടെ തൊട്ട് ഏതാണ്ട് ഒരു 2-2.5 അടിയോടത്തോളം നീളത്തിൽ ഇത് വളർന്നേക്കുവാണ്. ഇതിൻ്റെ വേരിങ്ങനെ ഈ പൈപ്പിൻ്റെ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ വേര് വളം വലിച്ചെടുക്കണ ചാൻസ് കൂടുതലുള്ള കാരണമാണ് ഇതിങ്ങനെ ഇത്ര നല്ല രീതിയിൽ വളർന്നിരിക്കുന്നത്. നമുക്ക് ഒരേ സമയത്ത് ഇതിനകത്ത് വളം ഇട്ട് കൊടുക്കാനുള്ള കാരണമാണ് ഈ ആസ്പെറ്റോസ് പൈപ്പ് എടുത്തിരിക്കുന്നത്. ഇതിന് വേരുകൾ തണ്ടേക്കടെ വേര് വരും. അപ്പോൾ ഇതിനെ ഒരേ സീസണിൽ ഇതിൻ്റെ മേളിൽ ചാണകം കലക്കി ഒഴിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ചാണകം, അതുപോലെ എല്ലുപൊടി, അങ്ങനെയുള്ള എന്ത് വളം വേണമെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് കൊടുത്താൽ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഫില്ല് ചെയ്ത് കയറി വരും. ചോട്ടിലിട്ട് കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ ഇങ്ങനെ വളം കൊടുക്കുന്നതാണ്. ഏറ്റവും ടോപ്പിൽ നമുക്ക് നേരെ, അതായത് ഒരു ഹോൾ ഇവിടെയാണെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അടുത്ത ഹോൾ ഇട്ട് കൊടുത്ത് ഒരു കമ്പി ഇതുപോലെ നേരെ ഒരു ഹോൾ ഇവിടെ, അതിനേക്കാളും 1 ഇഞ്ച് പൊക്കിയിട്ട് വേണം അടുത്ത ഹോൾ കൊടുക്കാൻ. അതും ഇതുപോലെ തന്നെ നേരെ ഹോള് കൊടുത്ത് 2 കമ്പി ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഉപയോഗശൂന്യമായിട്ടുള്ള സൈക്കിളിൻ്റെ ടയർ ഇതിൻ്റെ മേളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. സൈക്കിൾ ടയർ ഇങ്ങനെ മേളിൽ വെച്ച് കൊടുത്താൽ ഇത് മേളിൽ കൂടെ കയറി ഇങ്ങനെ ഇതിൽ കൂടെ വളഞ്ഞു പോരും. നല്ല രീതിയിൽ ഡ്രാഗൺ നടാൻ പറ്റുന്ന ഒരു ഇതാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതാണ് ഞാനിപ്പോൾ ഡ്രാഗൺ നടുന്ന വിധത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത്. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ നട്ടിരിക്കുന്നത് ഇതുപോലെയാണ്. ഞാൻ ഡ്രാഗൺ നടുന്ന വിധത്തെക്കുറിച്ച് നിങ്ങളെ പരിചയപ്പെടുത്തിയല്ലോ. ഇതാണ് 3 വർഷം മുമ്പ് ഡ്രാഗൺ നട്ടിരിക്കുന്നത്. ഈ 3 വർഷമായ തൈയാണ് ഈ നിൽക്കുന്നത്. ഇത് മൊത്തം ഇതിൻ്റെ ഉള്ളിൽ കൂടെ വളം ഇട്ട് കൊടുത്ത് ഇതിന് നല്ല അതേപോലെ ഹോൾ ഇട്ട് കൊടുത്ത് ഹോളിൻ്റെ ഉള്ളിൽ കൂടെ വളം വലിച്ചെടുത്ത് നിൽക്കുന്ന ഡ്രാഗൺ ചെടിയാണ് ഈ കാണുന്നത്. 3 വർഷമായ തൈയാണ്.